നിർണായക ചുവടുകളുമായി ഇന്ത്യയും യുഎഇയും മുന്നോട്ട് കുതിക്കുകയാണ്. പ്രതിരോധ പങ്കാളിത്തത്തിൽ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 12ാമത് യോഗം അബുദാബിയിൽ സമാപിച്ചതിനു പിന്നാലെ കൃത്യമായ നീക്കങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി എന്ന് വേണം പറയാൻ. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല സംഭാഷണം ഉഭയകക്ഷി ബന്ധവും പ്രതിരോധ സുരക്ഷാ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത അടിവരയിടുന്നുണ്ട്. 2003 യുഎഇ ചീഫ് ഓഫ് സ്റ്റാഫ് ഇന്ത്യ സന്ദർശിച്ചതോടെയാണ് ഇന്ത്യ യുഎഇ പ്രതിരോധ ബന്ധത്തിന്റെ അടിത്തറ സ്ഥാപിതമായത്. അതിനുശേഷം പതിവ് ഉയർന്ന തലത്തിലുള്ള എക്സ്ചേഞ്ചുകൾ, സംയുക്ത സൈനികാഭ്യാസങ്ങൾ, വാർഷിക പ്രതിരോധ സംഭാഷണം സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെ ബന്ധം കൂടുതൽ വികസിച്ചു. 2006 സ്ഥാപിതമായ JDCC ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സുപ്രധാന വേദിയായി മാറി. ഈ വർഷത്തെ JDCC യോഗം പ്രതിരോധ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തു എന്നതും പറയേണ്ടതുണ്ട്. പരിശീലന സഹകരണം, സംയുക്ത സൈനികാഭ്യാസങ്ങൾ, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം, ഗവേഷണ വികസന സംരംഭങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഇരുഭാഗത്തും അറിവ് പങ്കുവയ്ക്കലും ശേഷി വർദ്ധിപ്പിക്കലും ലക്ഷ്യമിട്ട് വിഷയ വിദഗ്ധരുടെ കൈമാറ്റവും ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും പേർഷ്യൻ ഗൾഫിലും സുരക്ഷിതവും തുറന്നതുമായ കടൽപാതകൾ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയുടെയും യുഎഇയുടെയും പങ്കിട്ട താൽപര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സമുദ്ര സുരക്ഷ ഒരു നിർണായക കേന്ദ്രീകൃത മേഖലയായി ഉയർന്നിട്ടുണ്ട്. ആഗോള വ്യാപാരത്തിനും ഊർജ്ജ സുരക്ഷയ്ക്കും ഈ ജലപാതകൾ അത്യന്താപേക്ഷിതമാണ്. 2014 2024 ഇടയിൽ ഇന്ത്യ യുഎഇ പ്രതിരോധ ബന്ധങ്ങളിൽ കാര്യമായ പുരോഗതി നിരീക്ഷിക്കപ്പെട്ടു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനം ഇന്ത്യയിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഊന്നൽ നൽകി എന്നതും അടിവരയിട്ട് പറയണം. 2017 ഈ ബന്ധം ഒരു സമഗ്ര സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി ഉയർത്തി. ഒരു തന്ത്രപരമായ സുരക്ഷാ സംവാദം സ്ഥാപിച്ചു. സൈനിക ബന്ധം കൂടാതെ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളായ ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ യുഎഇയുടെ താൽപര്യം ഈ കാലയളവിൽ ശക്തി പ്രാപിച്ചു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ യുഎഇ പ്രതിരോധ ബന്ധം ബഹുമുഖമാണ് എന്നതും പറയണം. ഹാർഡ്വെയറിനും അഭ്യാസങ്ങൾക്കും അപ്പുറം സഹകരണത്തിന്റെ വിശാലമായ സ്പെക്ട്രം ഉൾക്കൊള്ളുന്നുണ്ട്. സഹകരണത്തിന്റെ ഒരു പ്രധാന മേഖലയായി ഭീകരവിരുദ്ധ പ്രവർത്തനം ഉയർന്നു വന്നിട്ടുണ്ട്. 2024 ജനുവരിയിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദവും തീവ്രവാദ ധനസഹായവും ഉൾപ്പെടെയുള്ള തീവ്രവാദത്തെയും ഭീകരതയും ചെറുക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു. UN സുരക്ഷാ കൗൺസിലിലെ തങ്ങളുടെ കാലയളവിലെ ശ്രമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ തീവ്രവാദ വിരുദ്ധ സഹകരണം തുടരുമെന്ന് അവർ പ്രതിജ്ഞയുമെടുത്തിരുന്നു. 2022 ഇന്ത്യയും 2023 യുഎഇയും ചേർന്ന ഭീകരവിരുദ്ധ സമിതിയുടെ വിജയകരമായ അധ്യക്ഷസ്ഥാനം 2022 പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ തീവ്രവാദ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പ്രഖ്യാപനം ഐക്യകണ്ഠേന അംഗീകരിച്ചതും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും നാവികസേനകളും സൈന്യങ്ങളും തമ്മിലുള്ള പ്രത്യേക ചർച്ചകളും JDCC യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അവരുടെ സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തന സമന്വയവും പരസ്പര നീക്കങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് നിർണായകമാണ്. ശക്തിപ്പെടുത്തിയ പ്രതിരോധ സഹകരണം ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രതിഫലനമാണ്. പ്രതിരോധത്തിനപ്പുറം സാമ്പത്തിക ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം, ജനങ്ങളുമായുള്ള ബന്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഏഷ്യൻ ജിയോപൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലെ രണ്ട് പ്രധാന പങ്കാളികൾ തമ്മിലുള്ള ഈ വലിയ തന്ത്രപരമായ വിന്യാസത്തിന്റെ ഭാഗമാണ് പ്രതിരോധ ബന്ധം. മുന്നോട്ട് നോക്കുമ്പോൾ നിരവധി ഘടകങ്ങൾ കൂടുതൽ സഹകരണത്തെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും യുഎഇയും തങ്ങളുടെ ആഗോള സ്വാധീനം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ ഭാവി സുരക്ഷാ വാസ്തുവിദ്യ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ പങ്കാളിത്തം നിർണായകമായിരിക്കും. എന്നിരുന്നാലും വെല്ലുവിളികൾ ഏറെ അവശേഷിക്കുന്നുണ്ട്. പ്രഖ്യാപിത ലക്ഷ്യമാണ് എങ്കിലും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ സംയുക്ത ഉൽപാദനവും വികസനവും ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ വളർന്നുവരുന്ന ഈ പങ്കാളിത്തം മറ്റു പ്രാദേശിക ബന്ധങ്ങളുമായി സന്തുലിതമാക്കുന്നതിന് ഇരുവശത്തു നിന്നും ശ്രദ്ധാപൂർവമായ നയതന്ത്രവും ആവശ്യമാണ്. ഇന്ത്യക്കും യുഎഇക്കും മുന്നോട്ടുള്ള പാത വ്യക്തമാണ്. തുടർച്ചയായ ഇടപഴകൽ, ആഴത്തിലുള്ള സഹകരണം, സുരക്ഷിതവും സമർത്ഥവുമായ ഭാവിയിലേക്കുള്ള പങ്കിട്ട പ്രതിബദ്ധത എന്നിവ എടുത്തു പറയണം. ഇരു രാജ്യങ്ങളും ശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കട്ടെ. രണ്ട് രാജ്യങ്ങൾക്കും മെച്ചപ്പെട്ട രീതിയിൽ വികസനങ്ങളും ഉണ്ടാകട്ടെ.